ഹായ് ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോൺ ആപ്ലിക്കേഷൻസിനെ പറ്റിയാണ്. അതായത് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അതിൽ നിന്നും ലോൺ കിട്ടുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻസ് ഒരു 95% ഫേക്ക് ആപ്ലിക്കേഷൻസ് ആണ്. ഒരു 5% നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷൻസും ഉണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു 10,000 രൂപ മുതൽ 1,00,000 രൂപ വരെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഇപ്പം അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 95% വരുന്ന ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് പൈസയൊക്കെ തരും. പക്ഷേ ഈ ഒരു ചെറിയൊരു പരിപാടി ഇതിൻ്റെ കൂടെ നടത്തും. ഒരു ചെറിയ സ്കാം പോലൊരു പരിപാടിയുണ്ട്. അത് എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. കാരണം പല ആൾക്കാർക്കും ഇപ്പോൾ ഈ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. കേരളത്തിലടക്കം ഈ ഒരു ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനിഷ്യൽ സമയങ്ങളിൽ ഈ ഒരു ലോൺ ആപ്ലിക്കേഷൻസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 5,000 രൂപ നമുക്ക് ലോൺ തരും. എന്നിട്ട് ഇവർ ഇൻട്രസ്റ്റ് പറയും, ഒരു ഡേറ്റും പറയും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ പൈസ അടച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അവർ ഹാപ്പി, നമ്മൾ ഹാപ്പി എന്നുള്ള രീതിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പൈസ അടച്ചില്ലെന്ന് നിൽക്കുക. പൈസ അടച്ചില്ലെങ്കിൽ ഇവർ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മളുടെ കോൺടാക്റ്റ് പോയിട്ട് നമ്മുടെ കോൺടാക്ട്സ് അവരിലുണ്ട്. അത് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അലോ ചെയ്ത് കൊടുക്കത്തില്ലല്ലോ. ആ കൂട്ടത്തിൽ നമ്മുടെ കോൺടാക്ട്സ് അവർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കോൺടാക്ട്സിൽ ഉള്ള എല്ലാവർക്കും ഇവർ മെസ്സേജ് അയച്ചിട്ട് പറയും ഇന്നാണ് നമ്മുടെ ഇന്ന് പൈസ മേടിച്ചിട്ടുണ്ട്, പൈസ തിരിച്ചു തരുന്നില്ലെന്ന് പറഞ്ഞാൽ അവരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ കോൺടാക്ട്സുള്ളവരെ കണ്ടിന്യൂസ് ആയിട്ട് ശല്യപ്പെടുത്തുമ്പോൾ ഈ കോൺടാക്ട്സുള്ളവർ നമ്മളെ ശല്യപ്പെടുത്താൻ തുടങ്ങുമ്പോൾ നമ്മൾ ഈ ഒരു പൈസ എവിടുന്നേലും മേടിച്ച് തിരിച്ചടയ്ക്കും. അപ്പം സംഭവം എല്ലാം ക്ലോസ് ആയി, നമ്മൾ പൈസയും തിരിച്ചടച്ചെല്ലാം പരിപാടി കഴിഞ്ഞു. പക്ഷേ ഇപ്പം ഈ ആപ്ലിക്കേഷൻസ് ചെയ്യുന്ന ഒരു പുതിയ പരിപാടിയുണ്ട്. അപ്പോൾ അതൊക്കെ ജെന്യുനായിട്ട് തരുന്ന ഈ ആപ്പ് തരുന്ന ആപ്ലിക്കേഷൻസ് ആയിരുന്നു, ജെന്യുനായിട്ട് ലോൺ തരുന്ന ആപ്ലിക്കേഷൻ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ആപ്ലിക്കേഷൻസ് ഇറങ്ങിയിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻസ് നമുക്ക് ലോൺ തരും. ലോൺ തന്നിട്ട് ഇതേപോലെ തന്നെ ഒരു ഡേറ്റ് തരും, ഇത്ര എമൗണ്ട് ഇൻട്രസ്റ്റ് ആണെന്ന് പറയും. നമ്മളത് പോയി തിരിച്ചടച്ചാലും അടച്ചില്ലെങ്കിൽ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് സൈനപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വെരിഫിക്കേഷൻ ഉണ്ട്. ഒരു വീഡിയോ വെരിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ വെരിഫിക്കേഷനോ ഉണ്ടാവും. അപ്പോൾ ഈ ഫോട്ടോസും വീഡിയോസും ഇവർ മോർഫ് ചെയ്തിട്ട് ഒരു ന്യൂഡ് ഫോട്ടോയും വീഡിയോസായിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് നമ്മളിപ്പം അടച്ചില്ലെങ്കിലും ഇവർ ആ ടൈം ആവുന്ന സമയത്ത് നമുക്ക് ഒരു മെസ്സേജ് വരും വാട്സപ്പിൽ. നമ്മളുടെ തന്നെ ന്യൂഡായിട്ടുള്ള ഫോട്ടോസും വീഡിയോസ് അയച്ചു തന്നിട്ട് പറയും ഇത് നിങ്ങളുടെ വാട്സപ്പിലുള്ള കോൺടാക്ട്സിനെല്ലാം അയച്ചു കൊടുക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്ര രൂപ നിങ്ങൾ ആ ആപ്ലിക്കേഷനകത്ത് തിരിച്ചടയ്ക്കണമെന്നും പറഞ്ഞിട്ടൊരു സംഭവം വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മിക്കവാറുള്ള ആൾക്കാർ ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്ത ആൾക്കാർ പേടിച്ചിട്ട് ചിലപ്പോൾ ആ പൈസ തിരിച്ചടയ്ക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് പൈസ തിരിച്ചടയ്ക്കുന്നുണ്ട്. വളരെ റീസെൻ്റായിട്ട് കേരളത്തിലടക്കം ഒരുപാട് കേസസ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തിരിച്ചടയ്ക്കാത്ത ആൾക്കാർ ഇത് സൈബർ ക്രൈമായിട്ടുള്ള രീതിയിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ലോൺ ആപ്ലിക്കേഷൻസൊക്കെ എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അതേപോലെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസൊക്കെ നിങ്ങൾക്ക് കണ്ടെങ്കിൽ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ അതിന് പൈസ തിരിച്ചടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മോർഫ് ചെയ്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് കണ്ടാൽ ഒരുവിധം കണ്ടാൽ പറയാം. എന്നാലും കുറച്ച് ഏജ്ഡായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് പേടി വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സെറ്റപ്പ്. ഇങ്ങനെ ഒരു സെറ്റപ്പിനാണ് ഇപ്പോൾ ഇവിടുത്തെ പരിപാടി, ലോൺ ആപ്ലിക്കേഷൻ്റെ പരിപാടിയിലൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോൺ ആപ്ലിക്കേഷൻസ് ഒന്നും തീർച്ചയായിട്ടും നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക എന്ന് തന്നെയാണ് ഞാൻ പറയത്തുള്ളൂ. അപ്പം ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രം. വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.